ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളൊരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാൻഡിലുണ്ട്, അവിടെ ഞാനൊരു പേപ്പർ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി പെയിൻറ്റ് ചെയ്തിട്ടുള്ളൊരു ബോട്ടിലാണ്. അപ്പം പക്ഷേ അതിന് ഒന്നും കൂടെ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ബോട്ടിലാട്ടിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പെയിൻറ്റ് ഡ്രൈ ആവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ ഒന്നുകൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്യാണ്. ഞാനിപ്പോൾ അതിന് വൈറ്റ് കളർ പെയിൻ്റാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ നോർമൽ ആക്രിലിക് പെയിൻ്റാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. നോർമലി നമ്മൾ ബേസ് കോട്ട് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ബോട്ടിലാട്ടിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുക. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പെയിൻറ്റിങ്ങിൽ ബോട്ടിലാട്ടിൽ പെയിൻറ്റ് ഉണങ്ങാൻ പാടില്ല, ഉണങ്ങാതെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഇവിടേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ ബോട്ടിൽ പെയിൻറ്റ് ചെയ്തതിൽ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഹാൻഡിലിൻ്റെ ഭാഗം ക്ലോസ് ചെയ്ത് വെച്ചല്ലോ, നമ്മുടെ ബോട്ടിലിൻ്റെ ഹാൻഡിൽ വലുതുണ്ട്. അപ്പോൾ അതിലും നമ്മൾ സെയിം പെയിൻറ്റ് തന്നെ അടിച്ചിട്ട് അതിനെ നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കണം. അത് അവിടെ നമ്മൾ പേപ്പർ വെച്ചിട്ടുണ്ടെന്ന് തോന്നരുത്. അപ്പോൾ അതുപോലെ നമ്മൾ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ നല്ലൊരു കോട്ടിങ് കിട്ടുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അടിച്ചു കൊടുക്കുക. ബേസ് കളർ ഏത് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ വൈറ്റാണ് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു നൂലാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു നൂലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് നൂല് വേണമെങ്കിൽ എടുക്കാം. അതിനുശേഷം ഞാൻ താഴെ ഇപ്പോൾ ഒരു ഇതിട്ടിട്ടുണ്ട്. എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ ഇതുപോലെ ഇടാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 3 കളറ് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു ത്രെഡ് എടുത്തിട്ട് വൂളോ ത്രെഡോ എന്തെങ്കിലും എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഏകദേശം ഒരു കളറ് എത്രത്തോളം വരണം എന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു ഇതിൽ നമ്മൾ നമ്മുടെ ഈ ത്രെഡ് മുക്കി കൊടുക്കാം. കണ്ടോ? സാധാരണ നമ്മൾ പെയിൻറ്റ് ബ്രഷൊക്കെ എടുത്ത് അടിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് പെയിൻറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഒന്ന് നമ്മളതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് എടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ പെയിൻറ്റ് അധികം യൂസ് ചെയ്യാതെ കുറച്ച് പെയിൻറ്റിൽ നമുക്ക് ഈ ഒരു ആർട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതാ അത് നമ്മൾ ഇത്രയും ഭാഗം ചെയ്തെടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുക്കാൻ പോകുന്ന ആ കളറ് അത് നമ്മളൊരു പെയിൻറ്റ് ബ്രഷ് നോക്കി എടുത്തിട്ട് നമ്മൾ അതും ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഡിപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ഭാഗം നമ്മൾ ആദ്യം കൊടുത്ത മജന്ത കളർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അവിടുന്ന് കുറച്ച് ഭാഗത്ത് പെയിൻറ്റ് ആയിട്ടുണ്ടാവില്ല. അത് അങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റ് ബ്രഷിൽ കളർ മിക്സ് ആവുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം എത്രത്തോളം വേണമെന്നുള്ളത് നമ്മളിതാ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എടുത്തതിന് ശേഷം നമ്മൾ ഈ കവറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ആവാത്ത ഭാഗത്ത് നമ്മൾ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് അങ്ങ് പെയിൻറ്റ് കൊടുത്തിട്ട് മുകളിലോട്ടാക്കി കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ കവറുകളിലൊക്കെ ഇട്ട് ആക്കുമ്പോൾ അടുത്ത ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെയിൻറ്റ് വേസ്റ്റ് ആയി പോവില്ല. പേപ്പറിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെയിൻറ്റ് പേപ്പറിൽ എബ്സോർബ് ആവാനുള്ള ചാൻസ് ഉണ്ട്, പേപ്പറിൽ പിടിക്കും. ഓക്കെ. പിന്നെ അത് അടുത്ത് നമ്മൾ ഗ്രീൻ കളറും സെയിം പോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ജസ്റ്റ് ഇതാ ആ ബോട്ടിലോട്ടും മുക്കിയെടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് മുക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് പതുക്കെ വലിച്ചെടുക്കുക കേട്ടോ. അതിലെല്ലാ ഭാഗത്തും പെയിൻറ്റ് ആയിട്ടുണ്ടെന്ന് നമ്മൾ ഓരോ പെയിൻറ്റിൽ മുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. ഇനി എന്താ അതുപോലെ തന്നെ നമ്മൾ നൂലിതാ ഇതുപോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് കണ്ടോ ആ ഒരു ഭാഗത്ത് ആയിട്ടില്ല, അപ്പോൾ അവിടെ ഞാൻ ഗ്രീൻ കൊടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ത്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ആവണം. അതിനുശേഷം നമ്മൾ നമ്മുടെ പെയിൻറ്റ് ചെയ്ത് വെച്ച ആദ്യത്തെ ബോട്ടിലുണ്ടല്ലോ അതെടുക്കുക. എന്നിട്ട് നമ്മുടെ ത്രെഡിനതാ ഒരു വെറുതെ ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇത് പല ഷേപ്പുകളിൽ ഇടുന്നതിനനുസരിച്ച് പല ഡിസൈൻസ് നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ വളരെ സൂക്ഷിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ ഇതാ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഈ ഒരു ലെവലിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വലിക്കാനാണ് പോകുന്നത്. പക്ഷേ ഇപ്പം ഞാനിത് വൂള് യൂസ് ചെയ്ത കാരണം ഒരു പ്രശ്നം എനിക്ക് പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ആ പെയിൻറ്റ് അതങ്ങ് അബ്സോർബ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ എക്സ്ട്രാ പെയിൻ്റ് ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നത് നോക്കിക്കോളൂ. ജസ്റ്റ് ഇതാ ത്രെഡ് താഴേക്ക് പിടിച്ചിട്ട് ഒരു സൈഡിൽ തന്നെ പിടിച്ച് വലിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ എവിടേക്കാണോ പിടിച്ചേക്കുന്നത് ആ ഭാഗം തന്നെ പിടിച്ചിട്ട് വലിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നീക്കി കൊടുത്ത് വലിച്ചപ്പോൾ അത് വലുതായി പോയിട്ടുണ്ട്. എന്നിട്ട് ഇതാ താഴേക്ക് ഇങ്ങനെ ഒന്ന് വലിച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ഈ ഒരു ആർട്ട് ചെയ്യാനായിട്ട്. വളരെ ഈസിയാണ്. ത്രെഡ് കൊണ്ട് ഒരുപാട് ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് വരും വീഡിയോസിൽ ഞാൻ പല ഡിസൈൻസ് ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഈ കളേഴ്സ് ഇവിടെ മേർജ് ആവുന്നുണ്ടെങ്കിൽ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇങ്ങനെ പൊക്കിയെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇത് മൊത്തമായിട്ട് ഇങ്ങനെ താഴോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലാട്ട്. ഇത് ഒരു വെറൈറ്റി ആർട്ടായിട്ട് നമുക്ക് നല്ല രസമായിട്ട്
ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസ് കളർ ഉണങ്ങുന്നതിന് കുറച്ച് മുന്നായിട്ട് ഈ ത്രെഡ് വർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ സൈഡിലൊന്ന് ചെയ്യാം. ഞാൻ സെയിം ആ ത്രെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ മജന്ത ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു, ഗ്രീനും ഓറഞ്ചും മാത്രമായിട്ട് എടുത്തു. എന്നിട്ട് ഇതുപോലെ അതിലോട്ട് കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ പക്ഷേ നമ്മൾ സെയിം ത്രെഡ് തന്നെ ഞാൻ ഡിപ്പ് ചെയ്യാൻ മറന്നതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് പെയിൻറ്റ് ബ്രഷ് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പെയിൻറ്റ് ഇല്ലയെന്ന് തോന്നുവാണെങ്കിൽ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ രണ്ട് ഭാഗത്തും ആവണം, അല്ലാതെ വെറുതെ ത്രെഡ് ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആവില്ല. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് അതിനെ അങ്ങ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വേറൊരു ഡിസൈനായിട്ട് മാറും, ഒരു കോമ്പിനേഷൻ ഡിസൈൻ പോലത്തെ ഒരു ഡിസൈൻ. അപ്പോൾ അവിടെ അങ്ങനെയായി. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ മുകളിലത്തെ മജന്ത പോർഷൻ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാനിവിടെ ഇതുപോലെ ഇങ്ങനെ ആക്കുകയാണ്. അതെന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഒന്നുകൂടെ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതും ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോട്ടിലായിട്ട് നമ്മൾ ചെയ്തെടുത്തത്. വളരെ ഈസി ആയിട്ട് ത്രെഡ് വെച്ചിട്ട് പെയിൻറ്റിംഗ് ഒന്നും അറിയില്ലെങ്കിലും ചെയ്തെടുക്കാം. നല്ല ഭംഗിയാണ്. ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുത്ത് നന്നായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.